നമ്മൾ കേദാർകന്തയിലേക്കുള്ള യാത്രയിലാണ്. കിട്ടിക്കുന്നു. ഇത് വിവേക് മാത്യു തോമസ്. നമുക്ക് RAC മാത്രമേ കിട്ടിയുള്ളൂ. അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ ഒരു സീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോവാണ്. ഇനി വേറെ സീറ്റൊന്നും കിട്ടാൻ തോന്നുന്നില്ല. സീറ്റൊന്നും ഇല്ലതാണ് TTR വന്ന് നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് നമ്മളിങ്ങനെ പോവാണ്. നാളെ കഴിഞ്ഞ് ഉച്ചയാകുമ്പം നമ്മൾ ഋഷികേശ് ചെല്ലും. അതുവരെ നമ്മൾ തെല്ലിക്കണം. ആലപ്പുഴ കണ്ടോ, ഷൊർണൂർ കഴിഞ്ഞു. കോഴിക്കോട് ആവാറ്. അടുത്ത സ്റ്റേഷൻ കോഴിക്കോട്. നമ്മൾ ഉച്ചയ്ക്ക് കയറിയായിരുന്നു, വൈകുന്നേരം ആയതേ ഉള്ളൂ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗുജറാത്തിലെ ഏതോ വലിയ നദിയാണെന്ന് തോന്നുന്നു. നർമ്മദ. വിവേകിന്റെ മാനേജർ ഡോണി വിവേകിനെ നിന്ന് ചെയ്യാൻ സമ്മതിക്കില്ല. വിവേകിനോട് പാസ്വേഡ് റീസെറ്റ് ചെയ്യണ, മറ്റേ സെവിയുടെ പാസ്വേഡ് എടുക്കണം എന്തൊക്കെയോ പറഞ്ഞിട്ട് അവനെ മാനസികമായി പീഡിപ്പിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് വിവേക് നേരത്തെ തന്നെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് തിരിച്ച് വീട്ടിൽ പോവാണ്. അല്ല, നമ്മുടെ ട്രക്ക് കഴിഞ്ഞിട്ട്. നമ്മൾ ആക്ച്വലി ട്രെയിനായിരുന്നു ബുക്ക് ചെയ്തേ. വെള്ളോ മൺഡേ ആയിരുന്നു ട്രെയിൻ. പക്ഷെ വിവേകിന് മൺഡേ പോയാൽ വെനസ്ഡേ ചെല്ലുള്ളൂ. അതുകൊണ്ട് വിവേക് സൺഡേ തന്നെ ഒരു ഫ്ലൈറ്റ് പിടിച്ച് കൊച്ചിക്ക് പോവാണ് മൺഡേ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അതാണ് വിവേകിന്റെ ജോലിയോടുള്ള കമ്മിറ്റ്മെന്റ്. ഇപ്പൊ ഇവിടുന്ന് മജ്ജ ഇരുന്നുണ്ട്. ഇപ്പൊ നമ്മളുള്ള സ്ഥലമാണ് ടപ്രി ജംഗ്ഷൻ. ഡൽഹിയൊക്കെ കഴിഞ്ഞ് ഡൽഹി വെളുപ്പിൽ 5:30 കഴിഞ്ഞപ്പോൾ സമയം 10:30 ഇവിടെ ശരിക്കും 10:40 വരേണ്ട വണ്ടിയാണ്. വണ്ടി 10 മണിയായപ്പോഴേ വന്നു. ഇപ്പൊ 40 മിനിറ്റ് ഇവിടെ പിടിച്ചിട്ടിരിക്കുകയാണ് വണ്ടി. 10:40 വണ്ടി വിടുള്ളൂ. ഇത് ടപ്രി ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ജംഗ്ഷനായിട്ട് ഇവിടെ ഒരു കട പോലും ഇല്ല. ഒരു സാധനം മേടിക്കാൻ ഒന്നുമില്ല. ഈ ട്രെയിനാണെങ്കിൽ പാൻട്രി ഇല്ല. ഇത്രയും ദൂരം പോണ ട്രെയിനായിട്ട് നിർത്തി. അതുകൊണ്ട് അധികം സാധനങ്ങളൊന്നും കൊണ്ടുവരത്തില്ല. അങ്ങനെയുള്ളൊരു ട്രെയിനാണ് ഇത്. വിവേക് മാത്യു തോമസ് നോക്കിയാൽ കളിയാക്കുന്നു. നമുക്ക് ഇരിക്കാൻ നല്ലൊരു അടിപൊളി സീറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ ജോലിക്കാരുടെ പുറത്താണ്. നമ്മളവിടാണ് വരുന്നത്. വിവേകിന്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് സംസാരിക്കുകയാണ്. നമ്മൾ ഇരിക്കുന്ന സ്ഥലം കാണിക്കാം. ഇരിക്കാൻ പറ്റില്ല. നമ്മളിപ്പം ഗുജറാത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഇപ്പൊ രാജസ്ഥാനിൽ ചെല്ലും. ഐ തിങ്ക് നമുക്ക് കിട്ടിയ ബെസ്റ്റ് സീറ്റാണിത്. അടിപൊളി വ്യൂ, അടിപൊളി കാറ്റ്, ഇങ്ങനെ നല്ല വൈബായിട്ട് പോവാം. ഇത് നോക്കിയിരുന്നോണ്ടെന്നില്ല കുഴി പോകും. നമ്മൾ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച നമ്മൾ മണാലി മുതൽ മേഘാലയ, മഹാരാഷ്ട്ര എല്ലാം കൊണ്ടുപോയി ചെരുപ്പാണിത്. ചെരുപ്പിന്റെ അവസ്ഥ പരിതാപകരമായി. നോക്കി തേഞ്ഞ് തീരാറായി. നമ്മൾ പുതിയ ചെരുപ്പ് മേടിക്കേണ്ട ടൈമായി. പക്ഷേ അടിപൊളി ചെരുപ്പായിരുന്നു. ഇതുപോലത്തെ വേറെ ചെരുപ്പ് നമ്മൾ മേടിക്കണം. എന്താ ഹോസ്റ്റൽ അവിടെ പോയാലോ? 4 കിലോമീറ്റർ അപ്പുറത്താണ്. കുഴപ്പമില്ല. വണ്ടി ഇത്രയും ആളുകളുണ്ടാവുമ്പോ വണ്ടി അതിലൂടെ വരുത്തിച്ച 2 പേര് ഒറ്റപ്പെട്ടു. അതാണ് ഉത്തരാഖണ്ഡ് വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂർ, അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഹരിദ്വാർ ചെല്ലും ട്രെയിൻ. അപ്പോൾ നമ്മൾ ഹരിദ്വാറിലാണ് ഇറങ്ങുന്നത്. ഋഷികേശ് അല്ല ഇറങ്ങുന്നത്. ഹരിദ്വാറിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ ഡെറാഡൂണിലേക്ക് പോകും. ഡെറാഡൂണിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ. എന്നിട്ട് നാളെ രാവിലെ നമ്മളെ ഡെറാഡൂണിൽ നിന്ന് പിക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ നേരെ സംഗ്രിക്ക് പോകും. സംഗ്രിയിലാണ് നമ്മുടെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ
ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലേക്ക് കയറാൻ പോവുകയാണ്. കേറാൻ പോയല്ലേ? കേറി ഓൾറെഡി. കേറിയോ? കേറിയില്ല. ആ പിന്നെ ഓൾറെഡി കേറി. ഇല്ലില്ല, ഇതൊക്കെ ഉത്തരാഖണ്ഡാണ്. എനിക്ക് തോന്നുന്നില്ല. ഇതൊന്ന് യു പി ആണ്. ആ ഇത് യു പി ആണ് ഉത്തരാഖണ്ഡാണെന്നാണ് എന്റെ അഭിപ്രായം. ഇവൻ പറയുന്നത് ഇത് യു പി ആണെന്നാണ്. പക്ഷെ നമ്മൾ ആക്ച്വലി ഉത്തരാഖണ്ഡ് കയറി. നമ്മള് ഉത്തരാഖണ്ഡിലെ ബഹത്പൂർ ഗ്രാമത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ബഹത്പൂർ. ഇവിടെ നോക്കുമ്പോ ഫുള്ള് ഫുൾ പച്ചലയോ? പച്ചപ്പാണ്. പച്ചപ്പ്. അതെ കണ്ടത് ആടുകളൊക്കെ കിടക്കുന്നത്. നല്ല കണ്ണിന് കുളിർമയേക്കുന്ന പച്ചപ്പ. രണ്ട് ആട് കിടക്കുന്നുണ്ട് അവിടെ. ആടൊന്നും കാണത്തില്ല. അല്ല ഞാൻ കാണിക്കാറ്. അതെ നല്ല രസമുണ്ട്. ഒരു ചെറിയൊരു മൂടൽ മഞ്ഞ് ഹരിദ്വാറിലേക്കാണ്. നമ്മുടെ ആദ്യത്തെ പ്ലാൻ എന്ന് വെച്ചാൽ നമ്മൾ ഋഷികേശ് ഇറങ്ങാനായിരുന്നു. പക്ഷെ നമ്മളത് നേരെ മാറ്റി. നമ്മളിപ്പോ ഹരിദ്വാർ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഹരിദ്വാർ ഇറങ്ങിയിട്ട് നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പൊ ഹരിദ്വാറിൽ നിന്ന് പോവുകയാണെങ്കിലും നമുക്ക് 1.5 മണിക്കൂർ എടുക്കും ഡെറാഡൂണിലെത്താൻ. അല്ലാത്ത പക്ഷെ നമ്മളിപ്പോ ഇറങ്ങാനുള്ള 1.5 മണിക്കൂർ. ജസ്റ്റ് ഒരു 6 കിലോമീറ്റർ വ്യത്യാസം വരുന്നുള്ളൂ. ഹരിദ്വാറിൽ നിന്ന് വരുന്നത് 51 കിലോമീറ്ററും അതുപോലെ ഋഷികേശ് വരുന്നത് 46 കിലോമീറ്ററാണ്. 6 കിലോമീറ്റർ വ്യത്യാസമാണ് നമുക്ക് യാത്രയിൽ വരുന്നത്. പക്ഷെ അതേസമയം നമ്മളിപ്പോ ട്രെയിനിൽ തന്നെ ഇരുന്ന്, അതായത് ട്രെയിനിൽ ഇരുന്ന് ഹരിദ്വാറിൽ 1.5 മണിക്കൂറുണ്ട് നമുക്ക് ഋഷികേശിലേക്ക് എത്താൻ. അപ്പൊ 1.5 മണിക്കൂർ കട്ട് ഷോട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഹരിദ്വാറിൽ. അതെ